നമ്മളുടെ ബ്ലഡ് കാൽഷ്യം റെഗുലേഷൻ, നമ്മൾ ഗ്ലൂക്കോസ് റെഗുലേഷൻ പറയുന്ന പോലെ അവിടെ 2 ഹോർമോൺസ് ഉണ്ടായിരുന്നു അല്ലേ, നമ്മളുടെ ഇൻസുലിനും ഉണ്ടായിരുന്നു, ഗ്ലൂക്കോഗോൺ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടി ചേർന്നാണ് ഇതിങ്ങനെ ബാലൻസിൽ കൊണ്ട് നടക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മളുടെ ബോഡിയിലുള്ള ബ്ലഡിലുള്ള കാൽഷ്യം റെഗുലേഷനും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷേ എന്താണ്, വേറെ 2 ആൾക്കാരാണ്. നേരത്തെ നമ്മൾ 2 സെൽസിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ, ആൽഫ സെൽസും ബീറ്റ സെൽസും ആയിരുന്നു. പക്ഷേ ബ്ലഡ് കാൽഷ്യം റെഗുലേഷനിൽ 2 ഗ്ലാൻസും അവരുടെ ഹോർമോൺസും ആണ്. ആൻഡ് ഇവരുടെയും റെഗുലേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഇത് നിങ്ങൾക്ക് ഇവിടെ ആരെ കാണാൻ പറ്റുന്നുണ്ട്, നമ്മളുടെ കഴുത്തിൻ്റെ ഇവിടെയുള്ള കഴുത്തിന് ചുറ്റിയിരിക്കുന്ന ബട്ടർഫ്ലൈ ഗ്ലാൻഡ് എന്നൊക്കെ പറയുന്ന നമ്മളുടെ തൈറോയിഡ് ഗ്ലാൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ തൈറോയിഡ് ഗ്ലാൻഡ് തൈറോക്സിൻ മാത്രമല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്, വേറൊരു ഹോർമോൺ കൂടിയും ഉണ്ട്. ഓക്കെ, അത് കാൽഷ്യം റെഗുലേഷനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോളുള്ള ആളാണ്. ആൻഡ് തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പിന്നിലായിട്ട് അതിലെ ബാക്ക് കൂടി, ഇപ്പം ഈ തൈറോയിഡ് ഗ്ലാൻഡ് ഇങ്ങനെ നമ്മളെ പൊതിഞ്ഞിരിക്കുകയാണ്, അത് നമ്മൾ ഇങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇവിടെ 4 ബൾബുകൾ കാണുന്നുണ്ടോ നിങ്ങൾ? ആ ബൾബുകളാണ് നമ്മളുടെ പാരാതൈറോയിഡ് ഗ്ലാൻഡ്. ഓക്കെ, നമ്മളുടെ തൈറോയിഡ് ഗ്ലാൻഡ് അതിൻ്റെ ബാക്കിലായിട്ട് 2 പെയേഴ്സ് അല്ലെങ്കിൽ 4 പാരാതൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും അല്ലെങ്കിൽ ഇവരുടെ സെക്രീഷനാണ് കാൽഷ്യം കൂടി കഴിഞ്ഞാൽ കുറയ്ക്കുന്നതും കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുന്നതും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ ഹൈ ലെവൽ ഓഫ് ബ്ലഡ് കാൽഷ്യം ആണെങ്കിൽ, ബ്ലഡ് കാൽഷ്യം ഭയങ്കര കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യണം, അതിനെ കുറയ്ക്കണം അല്ലേ. അങ്ങനെ ചെയ്യുമ്പോൾ, അതായത് നമ്മളെ ബ്ലഡ് കാൽഷ്യം ഭയങ്കര കൂടുമ്പം നമ്മളുടെ ബോഡി ആർക്ക് കൊടുക്കും, ഒരു സിഗ്നൽ കൊടുക്കും നമ്മളുടെ തൈറോയിഡ് ഗ്ലാൻഡിന്. തൈറോയിഡ് ഗ്ലാൻഡിനോട് പറയും ദേ ബ്ലഡ് കാൽഷ്യം കൂടിയിട്ടുണ്ട്, വേഗം കുറച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് പറയും ഒന്നും വിഷമിക്കേണ്ട, ഇപ്പോൾ ശരിയാക്കി തരാം. തൈറോയിഡ് ഗ്ലാൻഡ് നേരെ തൈറോകാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് കാൽഷ്യം. ഓക്കെ, തൈറോകാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യും. ഈ തൈറോകാൽസിറ്റോണിൻ എന്ത് ചെയ്യുന്ന അറിയാമോ, നമ്മളുടെ പൈസ കൂടിക്കഴിഞ്ഞാൽ ബാങ്കിൽ ഇടുന്നത് പോലെ തന്നെ എന്ത് ചെയ്യും, എക്സസ് ഉള്ള കാൽഷ്യത്തിനൊക്കെ പിടിച്ചിട്ട് വേഗം ബോണിലും അതുപോലെ തന്നെ നമ്മളുടെ ടീത്തിലൊക്കെ പോയി ഒളിപ്പിച്ച് വെക്കും. ഓക്കെ, ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ബ്ലഡിൽ നോക്കുമ്പോൾ കുറച്ച് കാൽഷ്യമേ ഉള്ളൂ, കുറഞ്ഞു. കൂടിയതിന് എന്ത് ചെയ്തു, കുറച്ചു. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഈ തൈറോകാൽസിറ്റോണിനെ പറയും ഹൈപ്പോകാൽസീമിക് ഹോർമോൺ. ഹൈപ്പോകാൽസീമിക്, അതായത് കാൽഷ്യം ലെവൽ കുറയ്ക്കുന്നതാണ്. ഹൈപ്പോ എന്ന് പറയുമ്പോൾ എപ്പോഴും കുറയ്ക്കുന്നതാണ്. അപ്പം നമ്മൾ നേരത്തെ ഇൻസുലിൻ്റെയും ഗ്ലൂക്കോഗോണിൻ്റെയും പറഞ്ഞതുപോലെ ഇൻസുലിൻ എന്താണ്, കൂടിക്കഴിഞ്ഞപ്പോൾ കുറച്ചതാണ്. അപ്പോൾ അത് ഹൈപ്പോഗ്ലൈസീമിക് ആണ്. ഗ്ലൂക്കോഗോൺ ഹൈപ്പർ ഗ്ലൈസീമിക് ആണ്, കൂട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, തൈറോകാൽസിറ്റോണിൻ വേഗമുള്ള ബ്ലഡ് കാൽഷ്യത്തിനൊക്കെ പിടിച്ചിട്ട് ബോണിലും ടീത്തിലും ഡെപ്പോസിറ്റ് ചെയ്തു. നോക്കിയപ്പോൾ എന്താണ്, ശരിയായി, എല്ലാം നോർമലായി. നമുക്കറിയാം നോർമൽ കാൽഷ്യം ലെവൽ എന്ന് പറയുന്നത് 9 to 11 mg/ml ആണ്. ഓക്കെ, ഇപ്പോൾ നോർമലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ ബ്ലഡ് കാൽഷ്യം ലെവൽ വല്ലാതെ അങ്ങോട്ട് കുറയുന്നത്. നമ്മളെന്ത് ചെയ്യുന്നില്ല, പാല് കഴിക്കുന്നില്ല, മുട്ട കഴിക്കുന്നില്ല, ഒന്നും കഴിക്കുന്നില്ല, നമ്മളുടെ ബ്ലഡ് കാൽഷ്യം ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടണം. അല്ലെങ്കിൽ നമ്മളുടെ പല്ലൊക്കെ പൊട്ടി പോകും. ഒരു ആപ്പിൾ കടിക്കുമ്പോൾ, ഒരു ചിക്കൻ കടിക്കുമ്പോഴത്തേക്കും പല്ല് പൊട്ടിപ്പോകും, എല്ല് പൊട്ടാനൊക്കെ തുടങ്ങും. ഓക്കെ, അപ്പോൾ ബ്ലഡ് കാൽഷ്യം ലെവൽ ലോ ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി ആർക്കാ സിഗ്നൽ കൊടുക്കുക, നമ്മളുടെ പാരാതൈറോയിഡ് ഗ്ലാൻഡ്. ഇവിടെ നിങ്ങൾക്ക് കാണുന്ന ഈ ഒരു ബൾബില്ലേ, ഈ ബൾബ് പോലത്തെ ഗ്ലാൻഡാണ് നമ്മളുടെ പാരാതൈറോയിഡ് ഗ്ലാൻഡ്. ഈ പാരാതൈറോയിഡ് ഗ്ലാൻഡ് അതേ പേരുള്ളൊരു ഹോർമോൺ റിലീസ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് പാരാതെർമോൺ. പാരാതെർമോൺ എന്ത് ചെയ്യും, പാരാതെർമോൺ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, ആര് ചെയ്തത്, തൈറോകാൽസിറ്റോണിൻ ചെയ്തത്. എക്സസ് ഉണ്ടായിരുന്ന കാൽഷ്യത്തിനൊക്കെ പിടിച്ചിട്ട് ബ്ലഡിലും ബോണിലും ഡെപ്പോസിറ്റ് ചെയ്താൽ കണ്ടിട്ടുണ്ടായിരുന്നു. വേഗം അവിടേക്ക് പോകും. എന്നിട്ട് അതിനെയാണ് എന്ത് ചെയ്യും, ആ ഡെപ്പോസിറ്റ് ചെയ്ത് ആ കാൽഷ്യം ബോണിൽ നിന്നും ടീത്തിൽ നിന്നൊക്കെ റീഅബ്സോർബ് ചെയ്യും. ഓൾറെഡി അവിടെ കൊണ്ടുപോയിട്ടതിനെ റീഅബ്സോർബ് ചെയ്യും. ഓക്കെ, ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്നതാണ് റിസോർപ്ഷൻ, അല്ലെങ്കിൽ നമ്മളതിനെ ഡീമിനറലൈസേഷൻ എന്നൊക്കെ പറയാറുണ്ട്. ഡീമിനറലൈസേഷൻ, റിസോർപ്ഷൻ എന്നൊക്കെ പറയാറുണ്ട്. നമ്മളുടെ ബോണിൽ നിന്നും ടീത്തിൽ നിന്നൊക്കെയുള്ള ഡെപ്പോസിറ്റ് ചെയ്ത കാൽഷ്യത്തിനെ തിരികെ ബ്ലഡിലേക്ക് എടുക്കും. കാരണം ബ്ലഡ് കാൽഷ്യം കൂട്ടണ്ടേ, അതിന് വേണ്ടിയിട്ട്. പിന്നെ എന്ത് ചെയ്യും, സ്റ്റിമുലേറ്റ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ഫ്രം കിഡ്നി ട്യൂബ്യൂൾസ്. നമ്മളുടെ നെഫ്രോൺസിലുള്ള റീനൽ ട്യൂബ്യൂൾസിൽ നിന്ന് ബ്ലഡിൽ നിന്ന് വരുന്ന കാൽഷ്യത്തിനൊക്കെ നമ്മളുടെ ഇതിലൂടെ നമ്മൾ കഴിച്ച കാൽഷ്യം ഒന്നുപോലും മിസ്സാവാതെ എല്ലാത്തിനെയും ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, ഇൻക്രീസ് ദ കാൽഷ്യം അബ്സോർപ്ഷൻ. നമ്മളുടെ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് നമ്മളുടെ ഫുഡിനെ, മിനറൽസിൻ്റെ ഒക്കെ അബ്സോർപ്ഷൻ നടക്കുമ്പോൾ കാൽഷ്യം അബ്സോർപ്ഷൻ ഭയങ്കര ആക്റ്റീവാക്കി നടത്തും. സോ കാൽഷ്യം അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യും, അതിൻ്റെ റീഅബ്സോർപ്ഷൻ ഫ്രം റീനൽ ട്യൂബ്യൂൾ കൂട്ടും.
പിന്നെ എന്താ ചെയ്യും? റിസോർപ്ഷൻ, ബ്ലഡിൽ നിന്ന് ബോണിൽ നിന്ന് ടീത്തിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തതിനെ ബ്ലഡിലേക്ക് തിരികെ എടുക്കും. ഓക്കെ, ഇത് മൂന്നും ചെയ്ത് കഴിയുമ്പോഴേക്ക് എന്താവും? നമ്മുടെ ബ്ലഡ് കാൽഷ്യം കുറഞ്ഞതിൽ നിന്ന് കൂടിയിട്ടുണ്ടാകും. അപ്പോൾ ബ്ലഡ് കാൽഷ്യം കൂട്ടുന്ന ഹോർമോണാണ് ഹൈപ്പർ കാൽസീമിക് ഹോർമോൺ. ഹൈപ്പർ കാൽസീമിക്. ഇങ്ങനെയും ചോദിക്കാറുണ്ട്, വിച്ച് ഇസ് ദ ഹൈപ്പർ കാൽസീമിക്, വിച്ച് ഇസ് ഹൈപ്പോകാൽസീമിക്, വിച്ച് ഇസ് ഹൈപ്പർ ഗ്ലൈസീമിക്, വിച്ച് ഇസ് ഹൈപ്പോഗ്ലൈസീമിക് എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഹൈപ്പർ എന്ന് പറയുമ്പോൾ കൂട്ടുന്ന ആളും ഹൈപ്പോ എന്ന് പറയുമ്പോൾ കുറയ്ക്കുന്ന ആളും, അത്രയേ ഉള്ളൂ ബേസിക് ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ കാൽഷ്യം റെഗുലേഷൻ നടക്കുന്നത്. തൈറോയിഡ് ഗ്ലാൻഡും പാരാതൈറോയിഡ് ഗ്ലാൻഡും, തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന തൈറോകാൽസിറ്റോണിൻ, പാരാതൈറോയിഡിൻ്റെ പാരാതൈറോൺ. ഓക്കെ.